പ്രവാസി വിഷയങ്ങളിൽ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാര്യമായ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായ് ഇൻകാസ് നേതാക്കൾ. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ ജനപ്രിയമാണ്. സർക്കാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതായും ഇൻകാസ് നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രവാസ ലോകത്തും ഇൻകാസ് പ്രവർത്തകരടക്കം ഈ സത്യപ്രതിജ്ഞ കാണാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഇൻകാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കുറേ നാളായി നിങ്ങൾ കാത്തിരുന്ന ഒരു മൊമെന്റാണ്. 10 വർഷത്തിന് മുൻപാണ് കേരളത്തിലൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൊമെന്റിലേക്ക് എത്തപ്പെട്ടത്? അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പ്രവാസ ലോകം മുഴുവൻ സന്തോഷത്തിലാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ജനങ്ങളുടെ മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ പ്രവാസികൾ പലതും പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും. അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും പ്രവാസി സമൂഹം വളരെയേറെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് വിനയമായിട്ട് പ്രവാസി സമൂഹത്തിന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. എങ്ങനെയുണ്ട്? ജനകീയ പ്രഖ്യാപനങ്ങളായിട്ട് കാണുമോ? തീർച്ചയായും വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച, പ്രത്യേകിച്ച് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി എന്നാണ് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ ഇന്ന് വിവരിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ എല്ലാ വശങ്ങളും ഓരോന്നും പൂർത്തിയാകും. ആശാവർക്കർമാരുടെ പ്രശ്നം അത് നമ്മൾ ഏതാണ്ട് പരിഹരിച്ചതായി പ്രഖ്യാപിച്ചു. അതുപോലെ KSRTC ബസ്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രവാസികളുടെ കാര്യത്തിലും താങ്കൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഇപ്പോൾ യൂത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക ഇടപെടൽ സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നല്ല പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ആവേശത്തിലൊക്കെയാണ് ഇവരൊക്കെ ഉള്ളത്. എന്തായാലും ഈ പറയുന്ന തരത്തിൽ എങ്ങനെയുണ്ട് ഒരു മുഖ്യമന്ത്രി? ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെ പട്ടികയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മന്ത്രിമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ജനാധിപത്യത്തിൻ്റെ രീതിയിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിമാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ പ്രായം കുറഞ്ഞ ആളുകളുണ്ട്, എക്സ്പീരിയൻസ് ആയ ആളുകളുണ്ട്. ആ എക്സ്പീരിയൻസിലൂടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ പട്ടികയിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഈ പല ജില്ലകൾക്ക് അതിൻ്റെ ഒരു പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും കോഴിക്കോട് 12-ൽ 11 സീറ്റ് ജയിച്ച 12 സീറ്റ് ജയിച്ച സ്ഥലമാണ് കോഴിക്കോടുള്ളത്. ഒരു സീറ്റ് മാത്രമാണ് കോഴിക്കോട് നഷ്ടപ്പെട്ടത്. ഒപ്പം തന്നെ കാസർഗോഡുണ്ട്. അപ്പോൾ ഈ ജില്ലകളെയൊന്നും പരിഗണിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടിയില്ലേ? ഉണ്ട്. പക്ഷേ അത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ അതിൽ ഞങ്ങളങ്ങനെ ജില്ല തിരിച്ച് കാണുന്നില്ല. കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന തീരുമാനത്തിലാണ് നമ്മുടെ UDF ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവസാനം വന്നൊരു പ്രഖ്യാപനം കൂടി, ഒരു കാര്യം കൂടി പറയേണ്ടി വരും. കാരണം ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള ടേമിൽ. അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചർച്ചയായതാണ് ഈ നവകേരള സദസ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പ്രവർത്തകരെ കൂടുതൽ ചേർത്ത് നിൽക്കുന്ന ഒരു തീരുമാനം ആദ്യമേ ഉണ്ടായെന്നാണ് വരുന്നത്. യെസ്, അന്ന് നമ്മൾ കണ്ടതാണ്. അതിഭീകരമായിട്ട് നമ്മുടെ പ്രവർത്തകനെ മർദ്ദിച്ചപ്പോൾ കേരളം ഒട്ടുക്കും അതിൻ്റെ അലയടികൾ, അതിൻ്റെ പ്രതിഷേധമുണ്ടായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ പോലീസുകാരും ഒക്കെ വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്നതാണ് കണ്ടത്. ഇത് പ്രവർത്തകർക്ക് വളരെയേറെ ആശ്വാസകരമായ, അവർക്ക് ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഇടമുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ UDF പ്രവർത്തകർ സ്വാഭാവികമായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും കാണുന്നത്. കാര്യം എന്താണെന്നാൽ അത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ചില ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയും അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമായി. ഒപ്പം തന്നെ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുമെന്ന് എക്കാലവും വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ പ്രഖ്യാപനങ്ങളിലൊന്ന് അത് ഒരു SIT രൂപീകരിച്ച് ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ആ ഒരു ആക്രമണത്തിനെ അതിനെ ഒക്കെയും അന്വേഷിക്കും എന്ന് പറഞ്ഞത് കൂടിയാണ്. എന്തായാലും ഇവരൊക്കെ വലിയ ആവേശത്തിലാണ്, ഒപ്പം തന്നെ പ്രതീക്ഷയിലുമാണ്. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.